മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഈ അടുത്ത കാലത്തൊരു വിദേശയാത്ര നടത്തിയപ്പോൾ അവിടെ ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് ഡോക്ടർമാർ, എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഞങ്ങൾ ഏത് രീതിയിലാണ് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക? ഒരു കാർഡിയോളജിസ്റ്റ് ചോദിച്ചു, സാറിൻ്റെ സംഘടനയുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? ഞാൻ അവരോട് ചോദിച്ചത് മറുചോദ്യമായിരുന്നു. ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർക്ക് ഇത്രയും അധികം ഡൗൺ ടു എർത്ത് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? വളരെ സോഫ്റ്റായിട്ട് എന്നെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നൊരു ചോദ്യം ഡോക്ടർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു 10-35 വയസ്സായിട്ടുണ്ടാവാനേ സാധ്യതയുള്ളൂ ആ ഡോക്ടർക്ക്. അതും ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഈ ഹാർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നിൽക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ സിമ്പിൾ ആവുന്നത്. ഇതൊന്നും പെർമനൻ്റ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയാവുന്നത്. സിമ്പിൾ ആവുന്നതെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെയാവുന്നത്. ഞാൻ തൊഴുകയോടെ പറഞ്ഞു, ഈ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. 8-10 ഡോക്ടർമാർ ഇങ്ങനെ സംസാരിച്ചു. 10-40 ഡോക്ടർമാരെ അവിടെ പരിചയപ്പെട്ടു. അതിൽ 8-10 ഡോക്ടർമാർ ഇതേമാതിരി വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് അങ്ങയുടെ മഹായജ്ഞത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഡോക്ടർമാർ ധാരാളം ഉണ്ട്. ഒന്നും ചോദിക്കാതെ സീരിയസ് ആയിട്ട് വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൈസ തന്ന ഡോക്ടർമാരുണ്ട്. അവരെല്ലാവരെയും കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷവും അത്ഭുതവും തോന്നുന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു സന്ദേശമുണ്ട്, നിങ്ങളോടും അത് തന്നെ പറയുന്നു. മാതാ അമൃതാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിൽ ധാരാളം പേര് പ്രവർത്തിക്കുന്നു. സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിൽ ധാരാളം പേര് പ്രവർത്തിക്കുന്നു. NSSൻ്റെയും SNDPയുടെയും പുലയ മഹാസഭയുടെയും കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. യോഗക്ഷേമ സഭയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ചില അമ്പലങ്ങളുടെ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ആശ്രമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നവരോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അമൃതാനന്ദമയിയോട് നിങ്ങൾക്ക് വലിയ ബഹുമാനം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അമ്മ ചെയ്യുന്ന പ്രവർത്തികളുണ്ട്, ധാരാളം പ്രവർത്തികളുണ്ട്. അതിൽ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് വ്യക്തികളുണ്ട്. ഏതാണ്ട് 1 ലക്ഷമോ 2 ലക്ഷമോ വീടാണ് അഹമ്മദാബാദിലെ ഭൂമി കുലുക്കത്തിന് ശേഷം അമ്മ ഉണ്ടാക്കി കൊടുത്തത്. അതിൽ മുഴുവനും പ്രവർത്തിച്ചവര് സന്നദ്ധ സേവകരായിരുന്നു. പൈസ മേടിക്കാതെ പ്രവർത്തിച്ചവരാ. 500 രൂപ കൂലി കൊടുക്കേണ്ട സ്ഥാനത്ത് 1 പൈസ പോലും കൂലി കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യാതെ അവർ പ്രവർത്തിച്ചു. നിങ്ങളുടെ കർമ്മമണ്ഡലം ഏതാണോ അത് പഠിപ്പിക്കലാണെങ്കിൽ അത്, പാവപ്പെട്ടവനെ സേവിക്കലാണെങ്കിൽ അത്, ആശുപത്രിയിൽ പ്രവർത്തിക്കലാണെങ്കിൽ അത്, ഏതെങ്കിലും വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്, അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ള ഏതെങ്കിലും വണ്ടി ഡ്രൈവറായിട്ട് ഓടിക്കുകയാണെങ്കിൽ അത്. ഇത് ഞാൻ അമ്മയുടെ ഉദാഹരണം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഏത് മണ്ഡലത്തിലാണോ താല്പര്യമുള്ളത് ആ മണ്ഡലത്തിൽ അമൃതാനന്ദമയിയുടെ സംഘടനയുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ പ്രവർത്തിക്കുക. ഒരാൾ നിങ്ങളെ എതിർക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇനി സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ പ്രവർത്തിക്കുക. എല്ലായിടത്തും കുറച്ചൊക്കെ കുഴപ്പക്കാരുണ്ട്, അഹങ്കാരമുള്ളവരുണ്ട്, തലക്കനമുള്ളവരുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്ക് ഒരാൾ ഫോൺ വിളിച്ച് കർക്കിടക മാസത്തിൽ കറുത്ത വാവിന് തൃശ്ശൂർ സാറിൻ്റെ കേന്ദ്രത്തിൽ പിതൃകർമ്മം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സൂര്യൻ ഉദിച്ചിട്ട് സമയം ഇത്രയല്ലേ ആയുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ താഴെ വെച്ചു. കാരണം അതിരാവിലെ വിളിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ എന്നില്ല. മൊബൈൽ ഫോണിലെ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പോരെ, ഞായറാഴ്ചത്തേക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് തോന്നിക്കാണും ഗോപാലകൃഷ്ണൻ്റെ അത്രയും തണ്ടും അഹങ്കാരമുള്ള വ്യക്തി ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല എന്ന്. ഇങ്ങോട്ട് വിളിക്കുന്നവരൊന്ന് ആലോചിക്കണം. ആ മനുഷ്യൻ രാവിലെ റെക്കോർഡ് ചെയ്യാണ്, ഇന്നും രാവിലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഫീസ് ടൈമായി കഴിഞ്ഞാൽ ഓഫീസിലെ സ്റ്റാഫ് ഉണ്ടാവും എന്നൊന്ന് ചിന്തിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിച്ചൂടെ എന്നെനിക്ക് തോന്നി. അതെൻ്റെ ന്യായീകരണം, അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ആയിരിക്കാം. അങ്ങനെ ഞാൻ തിരിച്ചു വരാം. അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലും
അത്രയധികം സ്വീകാര്യമല്ലാത്ത സ്വഭാവക്കാരുണ്ടാവാം, സായിബാബയുടെ കർമ്മമണ്ഡലത്തിലും ഉണ്ടാവാം. പക്ഷെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. ഈ പ്രദേശത്ത് ഒത്തിരി എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് NSSകാരുടെ പ്രോഗ്രാമിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്, SNDPക്കാരുടെ പ്രോഗ്രാമിലേക്ക്. എന്നെ പോലെ കഴുത്തിൽ പൂണൂലിട്ട ഒരു സവർണ വർഗീയ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ പിന്നെ എന്താ വേണ്ടിച്ചാൽ ചേർത്തോളാം. അങ്ങനെയുള്ള ഗോപാലകൃഷ്ണനെ NSSും SNDPയും മറ്റ് സംഘടനകളും നിരന്തരം പ്രഭാഷണത്തിന് വിളിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കുന്നുണ്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യാനല്ല, അവിടെ എല്ലാം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. NSSകാർ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. NSSന് വേണ്ടി മാത്രമൊന്നുമല്ല. മന്നത്ത് പത്മനാഭൻ ആചാര്യൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നായർ സമുദായത്തിനും അത്ര തന്നെ ഹിന്ദു സമുദായത്തിനും ബാക്കി 1/3 ഭാഗം ഭാരതം എന്ന രാഷ്ട്രത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവനും അത് തന്നെയാണ് പറഞ്ഞത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മതം മാറണമെങ്കിൽ ഹിന്ദു മതം മാറി ക്രിസ്തു മതത്തിലേക്ക് പോകുന്നതിന് പകരം സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഇതൊന്നുമില്ല, അമേരിക്കയിലേക്കാണെങ്കിൽ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, KHN നല്ല പരിപാടിയായിരുന്നു ഇപ്രാവശ്യം അവതരിപ്പിച്ചത്. അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാം. ധാരാളം യുവാക്കള് അമേരിക്കയിൽ ഹിന്ദു പ്രയർ ഗ്രൂപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. 10, 20, 30 പേര്. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. അവിടെ പ്രവർത്തിക്കാം. നിങ്ങൾക്ക് എവിടേക്കാണോ പ്രവർത്തിക്കാൻ സാധിക്കുക ഇവിടെയൊക്കെ പ്രവർത്തിക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറേ പ്രവർത്തകർ ഇന്നലെ വാട്സപ്പിൽ ഒരു സന്ദേശം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് രക്തം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഒരു 10-80 പേരുടെ പേര്, അവരുടെ രക്തഗ്രൂപ്പ്, അവരുടെ ഫോൺ നമ്പർ. 40ഓളം ഹിന്ദുക്കളുണ്ട്, ധാരാളം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനകത്തുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. രക്തത്തിന് മതവും ജാതിയും ഒന്നുമില്ല. രക്തം ആവശ്യമുള്ളവർക്കും മരണത്തോടനുബന്ധിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ തൽക്കാലം അവർക്കും ജാതിയും മതമൊന്നുമില്ല. ഒരു ഹിന്ദുവിന് മുസ്ലിം രക്തം കയറ്റിയത് കൊണ്ട് ചത്തൊന്നും പോവില്ല, മുസ്ലിമിന് ഹിന്ദു രക്തം കയറ്റിയത് കൊണ്ട് ചത്തൊന്നും പോവില്ല. മരിക്കാൻ പോകുന്നവൻ തിരിച്ചു വരികയേ ഉള്ളൂ. അപ്പൊ അവരെല്ലാവരും ചേർന്നിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, രക്തം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനായിട്ട്. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ സാധിക്കണില്ല. 10-80 പേരുടെ പേര്, അഡ്രസ്സ്, ബ്ലഡ് ഗ്രൂപ്പ് പ്ലസ് ഫോൺ നമ്പർ. ആരോ ഇനീഷ്യേറ്റീവ് എടുത്താണ്, വളരെ നന്നായിട്ടുണ്ട്. വാട്സപ്പിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രചാരവും കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മതവും ജാതിയും വീക്ഷണവും ഒക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ധാരാളം മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ CPMന്റെ ധാരാളം വ്യക്തികൾ ജ്യോതിഷം പഠിക്കുന്നുണ്ട്. ധർമ്മരാജ അയ്യരുടെ കീഴില് ശ്രീകണ്ഠേശ്വരത്ത് അവർ നമ്മുടെ ഭാരതീയ വീക്ഷണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് വിഭാഗത്തിലോ പെട്ടവരാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, കുടുംബപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, സംഘടനാപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ സംഘടനയിലെ ആൾക്കാർ നമ്മളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയിട്ട് ഇടിച്ചു കയറണം. ക്രിയേറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് യൂട്ടിലൈസ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഷോ ദാറ്റ് യു ആർ കേപ്പബിൾ. ക്രിയേറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഷോ ദാറ്റ് യു ആർ വർത്ത് ഫോർ ദം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇന്നലെ പറയേണ്ടായി, മാതൃദേവോഭവ. അമ്മ ഈശ്വര തുല്യയായി തീരണം, അത് അമ്മയുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ കർമ്മനിരതരാകണം, നേതാവായി തീരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അവർ നേതാവാക്കിക്കൊള്ളും നമ്മളെ. അതുകൊണ്ട് ഓർമ്മിക്കുക, എവിടെയെല്ലാം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ പ്രവർത്തിക്കാം. പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഇലക്ഷൻ നിൽക്കുക, സംഘടനയുടെ ഇലക്ഷന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഇലക്ഷൻ നിൽക്കുക. പക്ഷേ വീറും വാശിയും പകയും ഒക്കെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ, അത് കഴിഞ്ഞ് പിന്നെ പ്രവർത്തിക്കണം. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മളെ ഒരു പള്ളിയിലച്ഛൻ മിനിഞ്ഞാന്ന് എന്നെ ചീത്ത പറയുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായി, സന്യാസിമാർക്കൊക്കെ സഹനാവവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ എന്നറിയാമെന്ന്. അതിൻ്റെ അർത്ഥം അച്ഛന്മാരും തന്നെയാണ്, ഒരുമിച്ച് ഒരിക്കലും കൂടാൻ അനുവദിക്കില്ല. എല്ലാ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടിയിട്ട്
യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തുന്നത് എന്നൊരർത്ഥവും കൂടി അച്ഛൻ പറഞ്ഞതിലുണ്ട്. ഏതായാലും അച്ഛൻ സംസ്കൃതത്തിലെ ശ്ലോകം മലയാളത്തിൽ പറഞ്ഞു, ഞാനാണ് സംസ്കൃതത്തിൽ പറഞ്ഞത്, അച്ഛൻ അതിൻ്റെ അർത്ഥമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ആ പ്രവൃത്തിയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാമല്ലോ. സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാസി ജാനതാ ദേവാ ഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ. ഐകമത്യ സൂക്തമാണ് വേദത്തിലുള്ളത്. ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് നിലനിൽക്കാം, ഒരുമിച്ച് മുന്നേറാം. ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ നമുക്ക് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ധന്യതയുണ്ട്. ചിന്തിക്കാൻ സാധിക്കട്ടെ, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ലോകത്തിൽ ഒരു ഗോപാലകൃഷ്ണന്റെയോ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെയോ കൂടെ പ്രവർത്തിച്ചാലേ പ്രവൃത്തിയാവുള്ളൂ എന്നൊന്നുമില്ല. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും സംസ്കാര ശൂന്യന്മാരായിട്ടുള്ള വ്യക്തികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാം. ആദ്യമൊക്കെ കുറെ പേര് കളിയാക്കും, പിന്നെ എതിർക്കും, പിന്നെ കൂടെ വരും. ആദ്യം അവഹേളിക്കും, പിന്നെ എതിർക്കും, പിന്നെ കൂടെ വരും. അതിനുള്ള ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.